താഴെ തട്ടിൽ വരുന്ന ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നൊരു വലിയ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും 61 വിശ്വനാഥ കമ്മീഷൻ വരുന്നു. അദ്ദേഹം ഒരു സംവരണത്തെ സംബന്ധിച്ചുള്ള ചില ആലോചനകൾ മുൻപോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ വേണം എന്നൊരു ഡിമാൻഡ് ഈ കമ്മീഷൻ തന്നെ മുന്നോട്ട് വെക്കണം. അത് വിശ്വനാഥൻ കമ്മീഷൻ ആവശ്യപ്പെടുകയാണ് മറ്റൊരു കമ്മീഷനെ നിയമിക്കണം എന്നൊരു ആവശ്യം വിശ്വനാഥൻ കമ്മീഷനും മുൻപോട്ട് വെക്കുന്നതായിട്ട് നമ്മൾ കാണും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മുടെ ഈ കുമാരപിള്ള കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ വിശ്വനാഥൻ കമ്മീഷൻ ആദ്യ സമയത്ത് 40% സംവരണം പറയുന്നുണ്ട്. SC വിഭാഗത്തിന് 10% സംവരണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വിദഗ്ധ സമിതിയെ വെക്കണം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് 61 വിശ്വനാഥൻ കമ്മീഷന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് 64 കുമാരപിള്ള കമ്മീഷൻ രംഗത്ത് എത്തുന്നത്. അപ്പം ഈ അതേസമയം ആ സമയം മുതൽ തന്നെ ഈ സംവരണ വിരുദ്ധതയെ കുറിച്ചുള്ള ഒരു ആലോചന നമ്മൾ കാണുകയാണ്. 61 സ്റ്റേറ്റ് ഗവൺമെന്റിന് ആദ്യമായിട്ട് സംവരണം നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റി ഒരു നിവേദനം സമർപ്പിക്കുന്നു. അപ്പം സ്വതന്ത്ര കേരളത്തിൽ ആദ്യമായി സംവരണത്തിനെതിരായി ഒരു നിവേദനം സമർപ്പിക്കുന്നത് ഈ തിരുവിതാംകൂർ ആദ്യമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട ആളുകൾ തന്നെയാണ്. സംവരണം നിരോധിക്കണം എന്ന് പറഞ്ഞൊരു ആവശ്യം സർക്കാരിന് മുൻപോട്ട് വെക്കുന്നു. അവരൊരു നിവേദനം NSS സംവരണത്തിനെതിരായിട്ടൊരു നിവേദനം സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പം എന്തായാലും ഈ വിശ്വനാഥൻ കമ്മീഷന് ശേഷം കുമാരപിള്ള കമ്മീഷനാണ് വരുന്നത്. 64-65 65-ലാണത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായും 3 പേരാണ് വരുന്നത്. G കുമാരപിള്ള, 4 പേര്. PS ജോർജ് എന്ന് പറഞ്ഞ ആൾ തിരുവല്ല സ്വദേശി, പിന്നെ ഒരു കൃഷ്ണൻകുട്ടി, LM പൈലി എന്ന് പറയും, എറണാകുളം ഭാഗത്തേക്കുള്ളവർ. അപ്പം ഇവിടെ മുതലാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്നാണ് എൻ്റെ രണ്ട് രീതിയിലാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലെ സംവരണത്തെ സംബന്ധിച്ചുള്ള ഒരു ബേസ് കിടക്കുന്നത്. കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുമാരപിള്ള കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ 2024 വരെയുള്ള സമയം, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സംവരണം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കുമാരപിള്ളയുടെ തീരുമാനത്തിൽ. ഇദ്ദേഹം ഒരു റിട്ടയർഡ് ജഡ്ജിയൊക്കെയാണ്. അപ്പം അദ്ദേഹം ഈ സ്വാഭാവികമായിട്ടും നിരവധി അതെല്ലാം നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ. ഈ റിപ്പോർട്ടുകളല്ലേ, കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, പ്രിന്റൊക്കെ എടുത്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ ഓരോ ഫൈൻഡിങ്സും അവരെങ്ങനെയൊക്കെയാണ് ഈ ചില വിഷയങ്ങളിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചു. അപ്പം അതിൻ്റെ ഓരോ വിഭാഗങ്ങളെ സംബന്ധിച്ച് ഓരോരോ ചെറിയ ചരിത്രങ്ങൾ പറയുന്നു. അവരുടെ ഒരു 1ാം ക്ലാസ് മുതൽ അവരുടെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണെന്നുള്ള ഒരു കണക്ക് പറയുന്നു. അതിനുശേഷം അവർക്ക് എത്രയാണ് അനുവദിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളുമൊക്കെ പറയുന്നു. അപ്പം സംവരണം, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം, അന്ന് വരെയുള്ള സംവരണങ്ങളും കുറെ നിർവചനങ്ങളും ഉണ്ടായിരുന്നു. ഓരോ വിഭാഗങ്ങളെ സംബന്ധിച്ചും സർക്കാർ ഡെഫിനീഷൻ നടത്താറുണ്ട്, നിർവചിക്കാറുണ്ട് ഓരോ വിഭാഗങ്ങളെ എങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് നോക്കിയത് ദളിത് കേസ് വിഷയത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുന്നത്. അപ്പം ആ സമയം വരെ, അതായത് കുമാരപിള്ള കമ്മീഷന് മുൻപ് വരെ ഉണ്ടായിരുന്ന ഒരു നിർവചനം, പട്ടികജാതികളിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും കേരളത്തിൽ പിന്നോക്ക ക്രിസ്ത്യൻ എന്നുള്ള ഒരു ടേമായിരുന്നു നിർവചിച്ചിരുന്നത്. പിന്നോക്ക ക്രിസ്ത്യാനി ആര് എന്നുള്ള ചോദ്യത്തിന് പട്ടികജാതിയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചിരുന്ന ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ്. ബാക്കി പല ആളുകളും ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ 64 കുമാരപിള്ളയും ഈ സംഘവും അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു. അവരതിൻ്റെ അടിസ്ഥാനത്തിൽ 65 ഒരു റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അവർ പ്രധാനമായും ഈ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജാതി വിഭാഗങ്ങൾ ആരെല്ലാം അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ 2 രീതിയിലും, പ്രൊഫഷണൽ വിദ്യാഭ്യാസം അല്ലാതെ വിദ്യാഭ്യാസ മേഖലയിലും സംവരണം കൊടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ്. അതാണ് നമ്മൾ SC BC എന്നുള്ള രീതിയിലൊക്കെ എന്ന് പറയുന്നത്. SC BC സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറയുന്നൊരു സംവരണ സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവർ ഓരോ ജാതികളെ കുറിച്ച് അന്വേഷണം നടത്തി ഓരോ ജാതികളുടെ ഒരു സാമൂഹിക അവരൊരു സർവേ നടത്തുകയാണ്. ഇത്ര വരുമാനത്തിൽ താഴെ വരുന്ന ആളുകളെയാണ് അവർ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഓരോ ജാതികളെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്തുമതത്തിനുള്ളിൽ വരുന്ന പല വിഭാഗങ്ങൾ ആളുകളുണ്ട്. അതിൽ ചിലർക്ക് സംവരണം ആവശ്യമുള്ളതുകൊണ്ട് ചിലർക്ക് സംവരണം ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും വരുന്നില്ല. അതായത് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ചാണ്, അവർക്ക് ഓൾറെഡി സംവരണവും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചില തിരുത്തുകളും മാറ്റങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ചിലരെ പട്ടിക വർഗത്തിൽ നിന്ന് പട്ടികജാതിയാക്കി മാറ്റുന്നുണ്ട് ആ ഒരു സമയത്തേക്ക്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം വയനാട്ടിലുള്ള ഒരു ജാതി വിഭാഗമാണ് വയനാടൻ പുലയർ എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ അവർ പട്ടിക വർഗമല്ല ആദ്യ സമയങ്ങളിൽ. അപ്പോൾ അവരെ പിന്നീട് ഒരു 60-70 ആകുന്ന സമയത്താണ് അവരെ പട്ടിക വർഗത്തിൽ നേരെ പട്ടിക ജാതിയാക്കി മാറ്റുക. അപ്പം ഈ രീതിക്ക് ചില ചെറിയ ചെറിയ ജാതികളെ മാറ്റുന്നു. അതുപോലെ തന്നെ ചില പറയാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പട്ടിക ജാതി എന്നുള്ള ലിസ്റ്റിലേക്ക് മാറ്റുന്നതൊക്കെ ആ ഒരു സമയത്തൊക്കെ തന്നെ.
അല്ല നമ്മളിന്ന് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒറ്റ പറയാ അല്ലെങ്കിൽ ഒറ്റ പുലിയ അല്ലെങ്കിൽ ഒറ്റ കുറവർ എന്നുള്ള രീതിയിലല്ലായിരുന്നു. അതിനകത്ത് ഉപജാതി എന്നുള്ള രീതിയിൽ വിധിച്ച് നിന്നിരുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ സംവരണം കൊടുത്ത് തുടങ്ങുന്നതൊക്കെ ആ ഒരു സമയം മുതലാണ്. അപ്പൊ എന്തായാലും ഇദ്ദേഹം ചെയ്തത് ഓരോ ആളുകളെ ഓരോ വിഭാഗങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ പോപ്പുലേഷൻ എന്നുള്ള രീതി. അന്ന് പോപ്പുലേഷന്റെ വേറൊരു കാര്യം നമുക്കറിയാം. 1947 ശേഷം അല്ലെങ്കിൽ ഈ 41 ശേഷം ജാതി തിരിച്ചുള്ള സെൻസസ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കർശന നിയമം. ബ്രിട്ടീഷുകാരുടെ സമയത്താണെങ്കിൽ 31 ഒരു വളരെ ഗൗരവമായിട്ടുള്ള രീതിയിൽ ഒരു കാസ്റ്റ് സെൻസസ് എടുക്കുന്നത്. അപ്പൊ അതിനുശേഷം നാളിതുവരെ കാസ്റ്റ് സെൻസസ് ബീഹാർ വഴി വേറെ ആരും തന്നെ അങ്ങനെ എടുത്തിട്ടില്ല ഈ സമയത്ത് വരെ. അപ്പം ജാതി തിരിച്ചുള്ളൊരു കണക്കില്ലാത്ത സ്ഥിതിക്ക് ഓരോ ജാതി വിഭാഗങ്ങളും എത്രയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഐഡിയയും ഇല്ല. അത് മാത്രമല്ല, ആ സമയത്ത് കേരളം രൂപം കൊണ്ടപ്പോഴത്തേനും കുറച്ച് ഭാഗങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോവുകയുണ്ടായി, ചില ഭാഗങ്ങൾ കേരളത്തിലേക്ക് വരികയുണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷനും അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും കുമാരപിള്ള ഇവർക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷന്റെ ഒരു ചെറിയെങ്കിലും ഒരു ഡേറ്റ ആവശ്യമാണ്. അപ്പൊ ഇതിന് ഔദ്യോഗികമായ ഡേറ്റ ഇല്ല എന്നുള്ളതായിരുന്നു ഒരു പ്രധാന പ്രശ്നം. എന്നാൽ ഇവർ തയ്യാറാക്കിയ അല്ലെങ്കിൽ ഇവരൊരു ജനസംഖ്യ കാൽക്കുലേഷൻ നടത്തിയ ഒരു രീതി, ആ ഒരു രീതിയാണ് നമുക്ക് അതിനകത്ത് അങ്ങനെ വ്യക്തമായി പറയുന്നില്ല, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു രീതി. കുമാരപിള്ളയെ സംഭവം ചെയ്തത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എടുക്കും. അതായത് ഈഴോ വിഭാഗത്തിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് 1 മുതൽ 10 വരെ. കേരള സ്കൂളിന്റെ സ്വാഭാവിക രജിസ്റ്ററുകൾ കാണുമല്ലോ. അപ്പൊ അതിൽ എത്ര കുട്ടികളാണ് പഠിക്കുന്നത് എന്നുള്ളൊരു കണക്കെടുക്കുന്നു. ലത്തീൻ കത്തോലിക്കൽ എത്ര കുട്ടികൾ പഠിക്കുന്നു എന്നുള്ള കണക്കെടുക്കുന്നു. നായർമാർ എത്ര പഠിക്കുന്നു, അല്ലെങ്കിൽ പട്ടികജാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികൾ എത്ര പേര് പഠിക്കുന്നു, ദളിത് ക്രൈസ്തവർ എത്ര പഠിക്കുന്നു, SIUC-കാർ എത്ര പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇവർ പഠിക്കാൻ ആംഗ്ലോ ഇന്ത്യൻകാർ എത്ര പഠിക്കുന്നുണ്ട് എന്ന് തുടങ്ങി ഓരോ വിഭാഗങ്ങളിലെയും കുട്ടികൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു കണക്ക് വരും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഈഴവ, തീയ, ബില്ലുവ പോലുള്ള ജാതികൾ വരുമ്പോഴത്തേക്കും അവരന്ന് തന്നെ കുട്ടികൾ തന്നെയായിട്ട് 8-10 ലക്ഷം കുട്ടികൾ പഠിക്കുകയാണ് സ്കൂളിൽ തന്നെ 1ാം ക്ലാസ് മുതൽ. അന്ന് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അത്രത്തോളം സ്കൂളുകൾ എല്ലാവരും തന്നെ അഡ്മിഷൻ എടുക്കണമെന്നില്ലാത്ത ഒരു സാഹചര്യമാണ്. 100% സാക്ഷരതയോ എല്ലാവരെയും ഒരേപോലെ പള്ളിക്കൂടത്തിൽ ചേർക്കുന്ന ഒരു പദ്ധതിയോ ഒന്നും അന്ന് കേരളത്തിലില്ല. എങ്കിലും ഒരു 75% എന്നതിൽ നമുക്ക് തിരിച്ചറിയാവുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ ചെയ്തിരിക്കുന്ന രീതി ഇത്രേ ഉള്ളൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രീതി ഇത്രയാണ്. 1ാം ക്ലാസ് മുതൽ 10 വരെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എടുക്കുന്നു. അപ്പൊ അതിൽ നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈഴവരായിട്ടുള്ള കുട്ടികൾ 8 ലക്ഷമുണ്ട് കുട്ടികളുണ്ടെങ്കിൽ, അപ്പൊ അതിനെ അദ്ദേഹം ഒരു 5-6 കൊണ്ടൊക്കെയാണ് ഗുണിച്ചിട്ട് അവരുടെ ഒരു പോപ്പുലേഷൻ 35-40 ലക്ഷം ഉണ്ടെന്ന് പറയുന്നു. അടുത്ത ഒരു വിഭാഗത്തിനെ അതുപോലെ തന്നെ എടുക്കുന്നു. ഇവരുടെ കുട്ടികൾ ഏതാണ്ട് ഒരു 4 ലക്ഷം കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ ഒരു പോപ്പുലേഷൻ ഏകദേശം ഒരു 16 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷത്തിന് അടുത്ത് പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയും. അപ്പം ഇങ്ങനെ പോപ്പുലേഷൻ ഓരോ വിഭാഗത്തിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു പ്രധാന പോയിന്റ്, ഇതിൽ പല ആളുകൾക്കും സംവരണത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് അദ്ദേഹം പറഞ്ഞു വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സംവരണത്തിന് ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ്. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണത്തിന് ആവശ്യമില്ല. അതുപോലെ വിശ്വകർമ്മയിലെ ചില അതായത് വിദ്യാഭ്യാസ മേഖല സംവരണമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ജാതികൾക്ക് സംവരണത്തിന് ആവശ്യമില്ല എന്നുള്ളൊരു നിരീക്ഷണം ഈ കുമാരപിള്ള മുൻപോട്ട് വെക്കുന്നു. അതിനുശേഷം ദളിത് ക്രൈസ്തവരുടെ വിഷയം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്കുള്ളിലുള്ള ഒരു പോപ്പുലേഷനും അവർക്ക് അനുവദിച്ച സംവരണവും നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വലിയൊരു കുഴപ്പം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം വിദ്യാഭ്യാസ മേഖലയിൽ സംവരണമില്ലായ്മ സൃഷ്ടിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ച് നമുക്ക് വളരെ ഈസിയായിട്ട് ഉത്തരം പറയാവുന്നത് കുമാരപിള്ളയുടെ പേര് തന്നെയാണ് പറയാവുന്നത്. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ളൊരു ഏറ്റവും വലിയൊരു ക്രൂരത ദളിത് ക്രൈസ്തവരുടെ മേൽ ചെയ്തിരിക്കും. കാര്യം അദ്ദേഹം മുൻപോട്ട് വെച്ചൊരു നിരീക്ഷണം, കേരളത്തിലെ ദളിത് ക്രൈസ്തവരുടെ പോപ്പുലേഷൻ ആകെ 1.5 ലക്ഷം ഉള്ളൂ. അതുകൊണ്ട് ഇവർക്ക് സംവരണം അനുവദിക്കുന്ന ആവശ്യമില്ല. ഈ ദളിത് ക്രൈസ്തവർക്കും അതുപോലെ തന്നെ എണ്ണം കുറവുള്ള SIUC നാടാർ വിഭാഗവും കൂടെ സംവരണം പങ്കിടണം എന്നുള്ളൊരു ആവശ്യം. 1% സംവരണം ഇവർക്ക് 2 കൂട്ടർ കൂടെ അനുവദിച്ചാൽ മതി. കേരള സംസ്ഥാനം രൂപം കൊണ്ട സാഹചര്യത്തിൽ ദളിത് ക്രൈസ്തവരിൽ ഭൂരിപക്ഷം ആളുകളും തമിഴ്നാട്ടിലേക്കൊക്കെ പോവുകയാണ്. അതുകൊണ്ട് ഇവരുടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ സംവരണം അനുവദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം മുൻപോട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോപ്പുലേഷൻ 1.5 ലക്ഷം എന്നുള്ളതാണ്. എന്നാൽ അതേ റിപ്പോർട്ടിനകത്ത് തന്നെ അദ്ദേഹം സ്കൂളിലെ ഡേറ്റ അദ്ദേഹം വെളിവിടുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് 1 മുതൽ 10 വരെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്ര എന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹം കണക്കുകൾ വെളിവിടുന്നതിനകത്ത് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു രസകരമായ ഒരു കാര്യം വെച്ചാൽ ദളിത് ക്രൈസ്തവരായിട്ടുള്ള കുട്ടികളുടെ എണ്ണം 1 മുതൽ 10 വരെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 75,000 ഉണ്ട്. അതായത് 75,000 ഗുണം 2 ഇട്ടാൽ തന്നെ 1.5 ലക്ഷമായി. അതേസമയം ബാക്കി ലത്തീൻ കത്തോലിക്കരെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ ടോട്ടൽ എണ്ണം പറയുന്നത് 1 ലക്ഷമാണ്. പക്ഷെ അവരുടെ ടോട്ടൽ പോപ്പുലേഷൻ 7.5 ലക്ഷമാണെന്ന് പറയുന്നത്. ദളിത് ക്രൈസ്തവരുടെ കുട്ടികളുടെ എണ്ണം 75,000 ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ആകെപ്പാട് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം എന്ന് പറയുന്നത്.
അപ്പം അതായത് ദളിത് കേസുകാരായിട്ടുള്ള കുട്ടികളുടെ വീട്ടിൽ ഒന്നെങ്കിൽ അപ്പനോ അമ്മയോ ഇല്ല, അവരൊറ്റ കുട്ടിയായിരിക്കും, അപ്പനോ അമ്മയോ ഇല്ല, സ്കൂളിൽ പഠിക്കുന്നവരല്ല വേറെ മനുഷ്യരില്ല എന്നുള്ള ഒരു വിചിത്രമായ രീതിയിലാണ് അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പം അതിനകത്ത് ആംഗ്ലോ ഇന്ത്യന് വേണ്ട എന്നൊക്കെ പറയുന്നത് അതെല്ലാം പിന്നീട് 2014 അട്ടിമറിക്കപ്പെടുകയാണ്. അതായത് കുമാരപിള്ള സംവരണം കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും സംവരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് അനുവദിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു സമയത്ത് ഇങ്ങനെ സംവരണ തോത് നിശ്ചയിക്കുന്നു. അതിനുശേഷം ഓരോരുത്തർക്കും ഓരോരോ സംവരണം എന്നുള്ള മാനദണ്ഡം വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നു. അപ്പൊ ഉദ്യോഗസ്ഥ മേഖലയുടെ സംവരണം വേറൊരു രീതിയിലാണ് കാര്യങ്ങളുള്ളത്. അത് തുടക്കം മുതലേ അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനോ പഠനമോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവരെന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തയ്യാറാക്കിയെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു പിടി കിട്ടുന്നില്ല. കാര്യം ഇത് ഒരു വിദ്യാഭ്യാസ മേഖല ചില കമ്മീഷനുകൾ ഈ ഒരു ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. കുമാരപിള്ളയെ നമുക്ക് കൃത്യമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിനുശേഷം ഈ ഉദ്യോഗസ്ഥ മേഖലയിലെ ഒരു സംവരണത്തെ സംബന്ധിച്ച് നമ്മൾ നെട്ടൂർ കമ്മീഷനൊക്കെ 1967 വരുന്ന നെട്ടൂർ കമ്മീഷനെയൊക്കെ നമ്മൾ പരിശോധിച്ചാലും അതിന്റെ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചത് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതേസമയം ഇതിന്റെ ഒരു പ്രശ്നം ഇതാണ്, ഈ ഉദ്യോഗസ്ഥ മേഖലയുടെ സംവരണം സംബന്ധിച്ച് ഇത് കുറെ കക്ഷികൾ കൂടിയിരുന്ന് ചെയ്തതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ അകത്തും പിന്നെ പ്രശ്നങ്ങളാണ് കിടക്കുന്നത്. നമ്മൾ റൊട്ടേഷൻ പരിശോധിക്കുമ്പോൾ സംവരണത്തിന്റെ ഇത് ശതമാനം പരിശോധിക്കുമ്പോഴൊക്കെ ഇപ്പൊ പട്ടികജാതി സംവരണത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ പട്ടികജാതിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സംവരണത്തിന് നമുക്ക് ചില കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും അറിയാതാണെങ്കിലും സൂചിപ്പിക്കുകയാണ്. ഇപ്പം പട്ടികജാതി സംവരണത്തിൽ ഉദാഹരണമായിട്ട് ആദ്യം ഒരു 10 ജാതി അല്ലെങ്കിൽ ഒരു 20 ജാതി മാത്രമായിരുന്നു പട്ടികജാതി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ 20 പേർക്കാണ് സംവരണം അനുവദിച്ചിരുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ ഈഴവർക്ക് അനുവദിച്ചിരിക്കുന്ന സംവരണ തോത് നമ്മൾ വേറെ സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ പട്ടികവർഗ ലിസ്റ്റിലല്ലാതെ വേറെ ഒരു സംവരണ ലിസ്റ്റിനകത്ത് ഉള്ളിലേക്ക് വേറെ ആളുകൾ ഒരിക്കലും വന്നു കയറുന്നില്ല. അതായത് ഈ സംവരണം എന്നാണോ ആരംഭിച്ചത്, തുടങ്ങിയത് എന്നാണോ, അതിന് തോതിൽ ഒരു വ്യത്യാസം വരുന്നില്ല. പക്ഷെ മറ്റ് പല ജാതികൾ ഇതിനുള്ളിലേക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ SC സംവരണത്തിനകത്ത് ST സംവരണത്തിനകത്ത് നമ്മൾ കാണുന്നത്. ബാക്കി ആർക്കും അങ്ങനെ ഒരു വിഷയം ഒരിക്കലും വരുന്നില്ല. അവരുടെ ജനറേഷൻ വരുന്നത് മാത്രമേ ഉള്ളൂ. ഈഴവർക്ക് അനുവദിച്ചിരിക്കുന്ന സംവരണത്തിനകത്ത് ഈഴവർക്ക് മാത്രമേ വരുന്നുള്ളൂ. അതേസമയം പട്ടികജാതിക്കാർക്കുള്ളതിനകത്ത് അങ്ങനെയല്ല. നാളെ വേറൊരു സെറ്റ് മനുഷ്യന്മാർ ഞങ്ങൾ പട്ടികജാതിക്കാരെന്ന് പറയുമ്പോൾ അവരെയും സ്വാഭാവികമായിട്ട് സർക്കാർ